ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈദരാബാദി പനീറാ. ഹൈദരാബാദി പനീറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാല് ഒരു ഇച്ചിരി ക്യാരറ്റ്, കുറച്ച് മല്ലിയില, പച്ചമുളക് എരിവ് അനുസരിച്ച് ഇതൊരു 2 സവാള, ഇച്ചിരി തക്കാളി, വേണ്ടി അത്രയും വെളുത്തുള്ളി, ഇഞ്ചി, ഒരു കഷ്ണം പട്ട, ഏലക്ക, ഗ്രാമ്പു, സാദാ ജീരകം, മഞ്ഞപ്പൊടി, കുറച്ച് ജീരകത്തിന്റെ പൊടിയാ, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക്, കുറച്ച് ഗരം മസാല, കുറച്ച് കട്ടി തൈരാ വേണ്ടേ. ഇത് കുറച്ച് പനീറ, കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചത്, കുറച്ച് കസൂരി മേത്തി, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം. വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി എണ്ണ. സവാളയാണേ, ഇതൊന്ന് ഇച്ചിരി വാട്ടണം. ഒരു ഇച്ചിരി മല്ലിയില ഇടുക, തക്കാളി അങ്ങ് ചേർക്കുക. ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് ഇടുവാണേ. ഇതൊന്ന് മിക്സിയിൽ നല്ലതായിട്ട് അരച്ചെടുത്ത പേസ്റ്റ് പോലെ ആക്കി എടുത്താൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ഗ്രേവി വെക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ സ്പൈസസ് ഇടാൻ പോവാ. പട്ട, ഏലക്ക, ഗ്രാമ്പു, ഇച്ചിരി ജീരകം, ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ചൊന്ന് വഴറ്റുക, അത്രേ ഉള്ളൂ. ഈ അരപ്പുണ്ടല്ലോ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുക. അതിന്റെ കൂടെ പൊടികളും ചേർക്കാൻ പോവാ. ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി, പുളി ഇല്ലാത്ത തൈര് കുറച്ച് ചേർക്കണം, കസൂരി മേത്തിയ, പനീർ ചേർക്കുക. ഇനിയിപ്പോ ഈ പനീറിനകത്തോട്ട് അണ്ടിപ്പരിപ്പ് അരച്ചതും കുറച്ച് ക്രീമും കൂടെ ഞാൻ ചേർത്ത്, ഈ ഒരു ഇത്രയും ഗ്രേവിയുടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിക്കാം. കുറച്ച് മല്ലിയില, കസൂരി മേത്തിയും കൂടെ ഇടുവാണേ. ഇതിന് എന്താ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ബറോട്ട നല്ലതാ, പിന്നെ അപ്പം നല്ലതാ, ചപ്പാത്തി നല്ലതാ, ബട്ടൂര നല്ലതാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിന് നല്ലതായിട്ട് ചേരും.